നമസ്കാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് യൂണിറ്റാണ്? അതെ, നമ്മുടെ പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റായ മഹിതമാണ്. മഹിതം എന്ന വാക്കിനർത്ഥം എന്താണ്? മനോഹരം. മഹിതം എന്നാൽ മനോഹരമെന്നാണ് അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താണ് ചർച്ച ചെയ്തത്? NV കൃഷ്ണവാര്യരുടെ ഓണത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 38 ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. എല്ലാവരും ആ ചിത്രം ശ്രദ്ധിച്ചോ? ആ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? പത്തായം അല്ലേ? പത്തായം. പത്തായം എന്ന വാക്ക് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? എന്താണ് പത്തായം? പണ്ട് കർഷക കുടുംബങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു പത്തായം. നെല്ലും വിത്തും മാത്രമല്ല, വിലപിടിപ്പുള്ള വസ്തുക്കളും പത്തായത്തിലാണ് നാം സൂക്ഷിച്ചിരുന്നത്. പത്തായത്തെക്കുറിച്ചും കൃഷിയിൽ വന്ന മാറ്റത്തെക്കുറിച്ചുമാണ് നാം ഈ പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് പത്തായം? പണ്ടുകാലത്ത് ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ തടി കൊണ്ടുണ്ടാക്കിയ സംഭരണിയാണ് പത്തായം. പത്താഴമെന്നും പണ്ടുകാലത്തുള്ളവർ പറയാറുണ്ട്. വലിയ വീടുകളിൽ പ്രധാന വീടിൻ്റെ അടുത്തായി പത്തായപ്പുരകളും നിർമ്മിക്കാറുണ്ടായിരുന്നു. പണ്ട് വീടുകളുടെ തറകൾ മണ്ണും ചാണകവും കരിയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് ഈർപ്പം കൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കുവാൻ പത്തായമേറെ സഹായകമായിരുന്നു. പത്തായത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പത്തായം എന്ന ഈ പാഠഭാഗം എഴുതിയത് ആരാണെന്നറിയാമോ? പാഠം വായിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ പാഠഭാഗം എഴുതിയ ആളിനെ ഒന്ന് പരിചയപ്പെടാം. മുരളീധരൻ തഴക്കര എന്ന വ്യക്തിയാണ് ഈ പാഠഭാഗം എഴുതിയത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് തഴക്കരയിൽ 1959 ജനിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ കാർഷിക വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു. ഫാം ജേർണലിസ്റ്റ് എന്ന നിലയിൽ രചനാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം, പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. കൃഷിയെക്കുറിച്ച് ധാരാളം ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് മുരളീധരൻ തഴക്കര. അദ്ദേഹം എഴുതിയ ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന പുസ്തകത്തിൽ നിന്നുമാണ് പത്തായം എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത്. എല്ലാവരും പാഠപുസ്തകം എടുത്തോ? പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 38 പത്തായം എന്ന പാഠഭാഗം എടുത്തേ. ഇനി നമുക്ക് എന്താണ് പത്തായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്കതൊന്ന് വായിക്കാം. പത്തായം. പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണിയുണ്ണും. നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടുവരുന്ന ഒരു ചൊല്ലാണിത്. മെയ് അനങ്ങാതെ, അതായത് അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാന്നം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെക്കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു. ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്തുവകകൾ മാത്രമല്ല, നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ്. വിലപിടിപ്പുള്ളതെന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിൻ്റെയും സാങ്കത്യം. പ്ലാവിൻ്റെ തടിയാണ് പത്തായം പണിയുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്.
പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യാമായിരുന്നു. വിളവെടുപ്പിനു ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളാണിവ. നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി. വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു. വളരെ കാലമായി യാതൊരു ഉപയോഗവുമില്ലാതെ ഇരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുകയുമാവും. ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത്. വലിയ പത്തായങ്ങളും പത്തായപ്പുരകളുമൊക്കെ ഗതകാല സ്മൃതിയുടെ പ്രതീകങ്ങളായിരുന്നു. പത്തായങ്ങൾ പണിയുന്നതിന് ഏറെ ചാതുര്യമുള്ള ആശാരിമാരും അക്കാലത്ത് വേണ്ടത്രയുണ്ടായിരുന്നു. മാത്രമല്ല തടിയും സുലഭമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു നല്ല പത്തായം ഉണ്ടാക്കുക എന്നത് തന്നെ ഏറെ അധ്വാനവും പണച്ചെലവുമുള്ള കാര്യമാണ്. അധികരിച്ച ജോലിക്കൂലി, തടിവില എന്നിവയെല്ലാം നോക്കുമ്പോൾ പത്തായം പണിയുവാൻ ഇന്നാരും തന്നെ തയ്യാറാകില്ല. മാത്രമല്ല നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതെയുമായി. പറഞ്ഞു പതിഞ്ഞ ചൊല്ല് ഇനി നമുക്ക് തിരുത്താം. പത്തായം പെറുന്നില്ല, ചക്കി കുത്തുന്നില്ല, പകരം അമ്മ വയ്ക്കുന്നതും നമ്മൾ ഉണ്ണുന്നതും. ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാകുമ്പോൾ നമ്മുടെ പത്തായങ്ങളെന്തിന്? ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം. ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം. ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. മുരളീധരൻ തഴക്ക. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ ആശയം? പണ്ടുകാലത്തെ കർഷക വീടുകളിൽ ചിലതരത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു. ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ചു വയ്ക്കാനാണ് പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്തുകൾ മാത്രമല്ല, വിലപിടിപ്പുള്ളതെന്തും കിഴികെട്ടിയും കുടുക്കയിലാക്കിയും പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്ന ചൊല്ല് കൃഷിയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലാവിൻ തടിയാണ് പത്തായം പണിയാൻ ഉപയോഗിച്ചിരുന്നത്. പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യും. നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതെയായി. പത്തായം വീടിനകത്തെ സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഒന്നായി മാറി. ഒപ്പം ഇവ പാറ്റയുടെയും എലിയുടെയും സങ്കേതവുമായി. പലരും പത്തായം പൊളിച്ച് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ പത്തായം പണിയാൻ സമർത്ഥരായ ആശാരിമാരുണ്ടായിരുന്നു. തടിയും ധാരാളവും ഉണ്ടായിരുന്നു. തടിവിലയും പണിക്കൂലിയും കൂടിയ ഇക്കാലത്ത് പത്തായം ഉണ്ടാക്കാൻ ആരും തയ്യാറല്ല. പത്തായം വെറും ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണി ഉണ്ണും എന്ന പറഞ്ഞു പഴകിയ ചൊല്ല് ലേഖകൻ തിരുത്തി പറയുകയാണ്. ഇന്ന് പത്തായം പെറുന്നില്ല, ചക്കി കുത്തുന്നില്ല. അമ്മ വയ്ക്കുന്നതും നമ്മൾ ഉണ്ണുന്നതും അന്യസംസ്ഥാനങ്ങളിൽ നിന്നു വരുന്ന അരിയാണ്. എന്നാൽ ഇന്നും ചില വീടുകളിലെങ്കിലും പഴമയുടെ അടയാളമായ പത്തായങ്ങളുണ്ട്. പത്തായം എന്ന ലേഖനം എഴുതിയതാരാണ്? മുരളീധരൻ തഴക്കര. പത്തായങ്ങളിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത്? നെല്ലും വിത്തും പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ, വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങൾ ഇവയെല്ലാമാണ് പത്തായങ്ങളിൽ സൂക്ഷിച്ചിരുന്നത്. പത്തായം പണിയുന്നതിന് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് എന്താണ്? പ്ലാവിൻ്റെ തടിയാണ് പത്തായം പണിയുന്നതിന് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. പത്തായം വെറും ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണി ഉണ്ണും എന്ന ചൊല്ലുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? അതെ, അധ്വാനിക്കാതെ സുഖിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് ഈ പഴഞ്ചൊല്ലിൽ പറയുന്നത്. പത്തായം വെറും ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണി ഉണ്ണും. നാളത്തെ കൃഷിക്ക് വേണ്ടി വിത്ത് സൂക്ഷിക്കാൻ പത്തായത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചിരുന്നു.
ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ചൊല്ലേതാണ്? ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. ഈ ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? നാളത്തെ കൃഷിക്ക് വേണ്ടി വിത്ത് സൂക്ഷിക്കാൻ പത്തായത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്ന ചൊല്ലിൻ്റെ അർത്ഥം. നമ്മുടെ ഈ ലേഖകൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പത്തായങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് പത്തായങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അതെ, കേരളത്തിൽ കൃഷിയില്ല, നമുക്ക് നെല്ലില്ല, നമ്മൾ നെല്ലെടുക്കുന്നതും അരിയെടുക്കുന്നതും വച്ചുണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാണ്. അപ്പോൾ പിന്നെ പത്തായങ്ങൾ വേണ്ട. നമ്മുടെ കാർഷിക സംസ്കൃതി തന്നെ മാറിപ്പോയിരിക്കുകയാണ്. നമ്മുടെ കാർഷിക സംസ്കൃതി മാറി മറിഞ്ഞിരിക്കുന്നു. അതിനാലാണ് നമുക്ക് പത്തായങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലെന്ന് ലേഖകൻ പറയുന്നത്. ഗതകാല സ്മൃതിയുടെ പ്രതീകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പാഠഭാഗം വായിച്ചതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ ഗതകാല സ്മൃതിയുടെ പ്രതീകങ്ങളായി നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗതകാല സ്മൃതി എന്നാൽ എന്താണ്? അതെ, പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ. പത്തായവും പത്തായപ്പുരകളുമാണ് ഗതകാല സ്മൃതിയുടെ പ്രതീകങ്ങളായി പാഠഭാഗത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പരക്കെ കേൾക്കുന്ന ചൊല്ലാണ് പത്തായം പേറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. എന്താണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം? അതെ, അധ്വാനിക്കാതെ ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ചൊല്ലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പത്തായം ഒരു സൂക്ഷിപ്പ് പുരയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പത്തായത്തിലായിരുന്നു പഴയകാലത്ത് ഒരു ഭവനത്തിലെ വിലപിടിപ്പുള്ള ഇതെന്തും സൂക്ഷിച്ചിരുന്നത്. ധാന്യങ്ങളും നെല്ലും വിത്തും സമ്പാദ്യവുമെല്ലാം പഴമക്കാർ സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലായിരുന്നു. അതുകൊണ്ടാണ് പത്തായം ഒരു സൂക്ഷിപ്പ് പുരയാണെന്ന് പറയുന്നത്. എല്ലാവർക്കും പത്തായം എന്ന പാഠഭാഗം ഇഷ്ടപ്പെട്ടോ? എല്ലാവരും പാഠം നന്നായി വായിക്കുക. വായിച്ചതിന് ശേഷം പുതിയ പദങ്ങൾ കണ്ടെത്തണം. പുതിയ പദങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക. അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. കൂടാതെ പാഠപുസ്തകത്തിലെ പ്രവർത്തനമൊന്ന് കണ്ടെത്താം. നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ്? മൂന്നാമത്തേത്, ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പാഠഭാഗം വായിച്ച് കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. പത്തായം എന്ന പാഠഭാഗത്തിലെ പുതിയ പദങ്ങളാണ് പറയാൻ പോകുന്നത്. പുതിയ പദങ്ങളും പദങ്ങളുടെ അർത്ഥവും. ചൊല്ല്, പറച്ചിൽ, മെയ്യ്, ശരീരം, മൃഷ്ടാന്നം, വയറു നിറയെയുള്ള ഭക്ഷണം, സംഭരിക്കുക, ശേഖരിക്കുക, പൂർവീകർ, പണ്ടുള്ളവർ, സാങ്കത്യം, ശരിയായ അവസ്ഥ, ഗതകാലം, പോയ കാലം, ഭദ്രം, ദൃഢം, സുരക്ഷിതം, സാർവത്രികം, എല്ലായിടത്തും, സംഭരണി, സൂക്ഷിപ്പു കേന്ദ്രം, നാമാവശേഷം, ഇല്ലാതാവുക, സങ്കേതം, ഇരിപ്പിടം, പ്രതീകം, ചിഹ്നം, അടയാളം, ചാതുര്യം, സാമർഥ്യം, സുലഭം, ധാരാളം, അധികരിച്ച, കൂടിയ, പറഞ്ഞു പതിഞ്ഞ, പറഞ്ഞുറച്ച, സജീവം, ജീവസുറ്റ, സംസ്കൃതി, സംസ്കാരം, ശേഷിപ്പ്, ശിഷ്ടം, ബാക്കി, ശൂന്യം, ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യം, ഒന്നുമില്ലാത്ത സ്ഥലം, സാർവത്രികം, സർവസാധാരണമായ,
ദൃഷ്ടാന്തം, ഉദാഹരണം. മുകളിൽ നൽകിയിരിക്കുന്ന പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാഠഭാഗം നന്നായി വായിക്കുക. പാഠഭാഗത്തു നിന്നും നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. ഉത്തരം കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക. പാഠഭാഗത്തു നിന്നും തന്നിരിക്കുന്ന പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക. അടുത്ത മലയാളം ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.